ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഡൽഹിയുടെ അടുത്തുള്ള ഒരു നഗരമാണ് ബറേലി. കുറെ കാലങ്ങളായി രണ്ട് കാര്യങ്ങൾക്ക് ബറേലി വളരെ പ്രസിദ്ധമാണ്. അവിടെ ഒരു വലിയ മെന്റൽ ഹോസ്പിറ്റലുണ്ട്. രണ്ടാമതായി ബറേലിയിലെ ജുംകയെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും. ബറേലി ബസാറിൽ ജുംക വീണെന്ന്. ഇന്ന് ആപ്കി അദാലത്തിൽ വന്നിരിക്കുന്ന അതിഥി ബറേലിയുടെ പേര് ലോകം മുഴുവനും പ്രശസ്തമാക്കിയിരിക്കുകയാണ്. ഇവർ എങ്ങനെയുള്ള പെൺകുട്ടിയാണെന്ന് വെച്ചാൽ അവർ ബറേലിയിൽ നിന്നും പുറത്തേക്ക് വന്ന് ലോകം മുഴുവനും ഇന്ത്യയുടെ പേര് ഉന്നതിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവർ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ മുംബൈയിലേക്ക് പോയി എല്ലാവരുടെ മനസ്സും കീഴടക്കിയിരിക്കുകയാണ്. ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ പ്രിയങ്ക ചോപ്രയെ. ആപ്കി അദാലത്തിൽ ജനങ്ങളുണ്ട്, ആരോപിക്കപ്പെട്ട വ്യക്തിയുണ്ട്, ജഡ്ജിയുമുണ്ട്. ഇന്നത്തെ ഈ വിചാരണയ്ക്ക് വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്ന ജഡ്ജി ആരാണെന്ന് വെച്ചാ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഹിസ്റ്ററി സിറ്റി എഡിറ്ററായ സോണൽ കാൾറയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് ആപ്കി അദാലത്തിൽ ഈ സെൻസേഷണൽ കേസ് തുടങ്ങുന്നതിന് മുൻപ് പ്രിയങ്ക ചോപ്രയുടെ മേലുള്ള കുറ്റങ്ങൾ നമ്മൾ ആരോപിക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ജഡ്ജിയുടെ പെർമിഷൻ ചോദിക്കാം. വിചാരണ തുടങ്ങാനുള്ള അനുമതി ഞാൻ തരികയാണ്. വിചാരണ തുടങ്ങാം. പ്രിയങ്ക ചോപ്രയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ പ്രിയങ്ക ചോപ്രയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇവർ എല്ലാവരെക്കാളും ഗ്ലാമറസ് തീഫാണ് എന്നുള്ളതാണ്. കുറച്ചുനാൾ മുൻപ് വരെ താങ്കൾ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കിട്ടുന്ന വ്യക്തി എന്നുള്ള ലിസ്റ്റിൽ. അതെ, ഇപ്പോഴും അതെ സർ. ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഇൻകം ടാക്സുകാര് രാവിലെ തന്നെ താങ്കളുടെ വീട്ടിൽ എത്തിയെന്നാണ്. ശരിയാണോ? ആൻഡ് ഞാൻ കേട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് അത് വലിയ വലിയ സ്റ്റാർസിന്റെ വീട്ടിലേ നടക്കുള്ളൂ. ദാറ്റ് മേക്സ് മീ ഫ്ലാറ്റർഡ്. അപ്പൊ താങ്കൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ മേ ബി ഇൻകം ടാക്സ് അവര് തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് ഈ കുറ്റപത്രത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്നതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ നിറയെ കുറ്റങ്ങൾ, ആരോപണങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതെല്ലാം അൺസബ്സ്റ്റാൻഷ്യൽ ആയിട്ടിരുന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് അപ്സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ ഒരിക്കലും ഇത് മറച്ചു വെച്ചിട്ടുള്ള കാര്യമല്ല. അതെ, സത്യമാണ്, എന്റെ വീട്ടിൽ അന്ന് റെയ്ഡ് നടന്നിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ അങ്ങനെ നാണക്കേടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവരവരുടെ ജോലി നോക്കുന്നു, കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു. ഇതുവരെ നോക്കുകയാണെങ്കിൽ ഞാൻ വൺ ഓഫ് ദ ഹയസ്റ്റ് ടാക്സ് പേയേഴ്സ് ആണ്. അതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. 6 കോടി രൂപ ക്യാഷ് ആണ് സാർ. സത്യം പറയാവുള്ളൂ, 6 കോടി രൂപ എന്റെ കിടക്കേടെ അടിയിൽ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞത്. അത്രയും പൈസയൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരുമിച്ച് കണ്ടിട്ടില്ല. 6 കോടി രൂപ. 6 കോടി എന്ന് പറഞ്ഞു. ശരി, എത്ര കോടി ഉണ്ടായിരുന്നു? എന്റെ വീട്ടിൽ അങ്ങനെ കോടിക്കണക്കിന് പൈസയൊന്നും ഇല്ല. ഞാൻ കരുതിയത് 6 കോടി വളരെ കുറവാണ്, ഒരു 7 കോടി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു 10 കോടി എന്നെങ്കിലും പറയാറുന്നില്ലേ? അപ്പൊ കുറച്ചൊരു റെസ്പെക്ട് ഉണ്ടാവൂലേ? അതിരിക്കട്ടെ, ഇൻകം ടാക്സുകാർക്ക് ആരാണ് കതവ് തുറന്നു കൊടുത്തത്? സാർ, അത് യൂഷ്വലി നമ്മുടെ വീട്ടിലൊരു ഹെൽപ്പിന് ആളുണ്ടെങ്കിൽ അവരല്ലേ കഥക് തുറന്നു കൊടുക്കുക സാധാരണ. എന്റെ വീട്ടില് ജോലിക്കാരനുണ്ട്. മേഡിന്റെ മുഖം ഷാഹിദ് കപൂറിനെ പോലെ ഉണ്ടായിരിക്കും. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാല്, ഏത് ന്യൂസ് പേപ്പറുകാരാണോ ഇതിനെക്കുറിച്ച് എഴുതിയത് അവരും ഇൻകം ടാക്സുകാരുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും. ആരാണ് കഥക് തുറന്നതെന്ന് കണ്ടു കാണും. നമ്മളിത് വളരെ തമാശയാണെന്ന് വിചാരിച്ച് സംസാരിക്കുന്നു, പക്ഷെ ഇത് ആക്ച്വലി ഭയങ്കര ചീപ്പായിരുന്നു. പിന്നെ ഐ തിങ്ക് ഇവിടെ ഈ ഇരിക്കുന്ന ഈ പെൺകുട്ടികളുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവും എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന്. ആൻഡ് ദിസ് ഇസ് റോങ്. അതായത് അവരുടെ കയ്യിൽ പ്രൂഫ് ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ നടന്നിട്ടുമില്ല, അത് വേറെ കാര്യം. നിങ്ങൾ ആരോ പറയുന്നത് കേട്ട് അത് ഫ്രണ്ട് പേജിൽ അങ്ങ് ഇടുകയാണ് വെറുതെ ന്യൂസ് പേപ്പറിൽ, അതും ഹെഡ്ലൈൻസ് ആയിട്ട് തന്നെ. അതും നിങ്ങളൊരു പെൺകുട്ടിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി മറന്നിട്ട്, അതും ഞാനൊരു മകളാണ്, ഒരാളുടെ സഹോദരിയാണ്. അങ്ങനെ നോക്കുമ്പോ ഇത് മുഴുവനും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ? പിന്നെ ഈ ചീപ്പായിട്ടുള്ള ന്യൂസ് എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നറിയോ? വളരെ മോശമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് പറഞ്ഞ് ചിരിക്കുന്നു. ഞാനൊരു സ്ത്രീയാണ്, എനിക്കും എന്റെ റെസ്പെക്ട് ഉണ്ട്, അത് മനസ്സിലാക്കുന്നില്ല. സോ
ഐ ഡിഡ്ന്റ് ടേക്ക് ദിസ് വെരി കൈൻഡ്ലി അറ്റ് ഓൾ. ഒരു പ്രാവശ്യം കമീനെ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഷാഹിദ് കപൂർ കരയുന്ന കണ്ടിട്ട് താങ്കളും കരഞ്ഞെന്നാണ് കേട്ടത്. ഷാഹിദ് കപൂറിന്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ബെസ്റ്റ് ആക്ടറാണ്. പിന്നെ എന്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഒന്ന് കമീനയുടെ ഇന്റർവെൽ സീൻ. അതിൽ ആ ഗുഡ്ഡുവിന്റെ ക്യാരക്ടർ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ ഡയലോഗ് മറന്നുപോയി. അദ്ദേഹം ആ സീൻ വളരെ നന്നായിട്ട് ചെയ്യായിരുന്നു. ആൻഡ് എനിക്ക് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഡയലോഗ് എന്നെ ഓർമ്മ വന്നത്. അദ്ദേഹത്തിൻ്റെത് ഒരു മോണോലോഗായിരുന്നു. അദ്ദേഹം കരഞ്ഞോണ്ട് ചോദിക്കും, നീ എന്തിനാണ് എന്നെ ചതിച്ചത് എന്ന്. ഞാൻ ഉത്തരം പറയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. നീ എന്തിനാണ് ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്നതെന്ന് ചോദിക്കും. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സീൻ ഓർമ്മയുണ്ടായിരിക്കും. ഹി ഡിഡ് ഇറ്റ് വെരി വെരി വെൽ. ആസ് എൻ ആക്ടർ ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ എനിക്കും ഡയലോഗ് ഉണ്ടെന്നുള്ള കാര്യമേ ഞാൻ മറന്നുപോയി. എന്താ I got sucked into his performance. ഇത് ഫസ്റ്റ് ടൈം ഷാഹിദിന്റെ കൂടെ, സെക്കൻഡ് ടൈം ഷാറുഖ് ഖാന്റെ കൂടെ ഡോൺ എന്ന് പറഞ്ഞ സിനിമയിൽ. അതില് ഞങ്ങളുടെ ഫൈറ്റ് സീക്വൻസ് നടക്കുകയാണെ. അദ്ദേഹം ഒരു കഴുത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഡയലോഗ് പറയും. ഞാൻ ആ പേടിയിൽ പെട്ടെന്ന് അതങ്ങ് വിട്ടുപോയി, അതിന്റെ ഡയലോഗ് മറന്നുപോയി. പിന്നെ 3ാമത്തെ പ്രാവശ്യം ഋത്തിക്കിന്റെ കൂടെ ക്രിഷ് സിനിമയില് അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ ഞാൻ അങ്ങനെ മെസ്മറൈസ്ഡ് ആയി പോയിട്ട് ഡയലോഗ് മറന്നുപോയി. അവിടെയൊന്നും ഞാൻ അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല. ഐ തിങ്ക് ഐ അഡ്മയർ ഹിം, ഷാഹിദിനെ ആസ് എൻ ആക്ടർ. ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? മേഡം, ഇപ്പൊ നോക്കിയാൽ സാർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ബറേലിയിൽ നിന്നാണെന്ന്. ആദ്യം എനിക്കൊരു കാര്യം ക്ലിയർ ചെയ്തു തരൂ. നിങ്ങൾ ബറേലിയാണോ പഞ്ചാബാണോ? ആക്ച്വലി എന്റെ ജീവിതത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാനത് പറയാം, കൃത്യമായിട്ട് പറയാം. എന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അംബാലയിലാണ്. എന്റെ പേരൻസ്, എന്റെ അച്ഛൻ, പിന്നെ എന്റെ അച്ഛന്റെ ഫാമിലി എല്ലാവരും അംബാലയാണ്. എന്റെ ചിറ്റപ്പനും വൈഫൊക്കെ അവിടെയാണുള്ളത്. ഞാൻ വളർന്നത് ബറേലിയിലാണ്. കാരണം എന്റെ അച്ഛൻ അവിടെ ആർമിയിൽ വർക്ക് ചെയ്യായിരുന്നു. സോ അദ്ദേഹത്തിന്റെ പോസ്റ്റിംഗ് അവിടെയായിരുന്നു. അപ്പോൾ ഞാനൊരു 8 വർഷത്തോളം അവിടെയായിരുന്നു. എൻ്റെ മമ്മി ജനിച്ചത് മദ്രാസിലാണ്, വളർന്നത് പക്ഷേ ജാർഖണ്ഡിലാണ്, ജംഷഡ്പൂരിൽ. ഞാൻ ജനിച്ചത് ജംഷഡ്പൂരിലാണ്. എൻ്റെ മുത്തശ്ശൻ കാശ്മീരിയാണ്, മുത്തശ്ശി കേരളയാണ്. നിങ്ങൾ പറഞ്ഞു ഞാൻ എവിടെയുള്ള ആളാണെന്ന്. അതാണ് മേഡം. ആരെങ്കിലും ഒരു കുടുംബത്തിൽ നാഷണൽ ഇന്റഗ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രിയങ്ക ചോപ്രയുടെ അതുകൊണ്ടാണ് മിസ് ഇന്ത്യ കോൺടെസ്റ്റിന് വന്നത് തന്നെ. സ്കൂളിംഗ് അമേരിക്കയിലായിരുന്നു. സോ മിസ് വേൾഡ് സിമ്പിൾ. മേഡം, നിങ്ങൾ പഞ്ചാബി എന്ന് പറയാൻ പാടില്ല. ശരി, എന്റെ പേര് ചോപ്ര എന്നാണ്. പഞ്ചാബിലാണെങ്കിൽ പഞ്ചാബി എന്ന് പറയാൻ പാടുള്ളൂ, ബറേലിയാണെങ്കിൽ ബറേലിയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ മുംബൈയിലായതുകൊണ്ട് മിസ് മുംബൈ ആയോ? മിസ് മുംബൈ അല്ലേ? പഞ്ചാബിൽ നിന്നല്ലെങ്കിൽ നിങ്ങൾ പഞ്ചാബി അല്ല. അതെ, അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള പ്രോബ്ലം ഇതാന്ന് വെച്ചാല് നിങ്ങളുടെ വ്യൂ പോയിന്റ് വളരെ നാരോ ആണ്. പിന്നെ നിങ്ങള് അതായത് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ എന്റെ ഉള്ളിൽ ഇത്രമാത്രം നാഷണാലിറ്റീസ് ഉണ്ടെങ്കിൽ പിന്നെ എന്റെ അച്ഛൻ പഞ്ചാബി ആയതുകൊണ്ട് ഞാൻ പഞ്ചാബി ആണെന്ന് പറയാൻ ഇത്രമാത്രം അഭിമാനിക്കുന്നു. പിന്നെ എന്റെ പേര് ചോപ്ര എന്നാണ്. മാം, ഞാൻ നിങ്ങളുടെ ഒരു മൂവി കണ്ടിട്ടുണ്ട്. എന്നെ കല്യാണം കഴിക്കാവോ? ആ പടത്തിൽ ഒരു പാട്ട് പാടാൻ സാധിക്കുമോ? ഞാൻ പാട്ട് പാടാനോ അത്ര നന്നാവില്ല കേട്ടോ. ആക്ച്വലി നിങ്ങൾ വളരെ നന്നായിട്ട് പാടുമെന്നാണ് കേട്ടത്. നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ്. എന്തെങ്കിലും പാടിയാ മതി മാഡം. ശരി, ഞാൻ ആ ഡാർലിംഗ് പാട്ട് പാടിയാ മതിയോ? രണ്ട് ലൈൻ പാടിയാ മതി. നിങ്ങളും ചേർന്ന് പാടില്ലേ? ഞങ്ങളും ചേർന്ന് പാടാം. ഓക്കെ. डार्लिंग आंखों से आंखें चार करने दो, रोको ना मुझको प्यार करने दो, बेकैफ है बहारा बेचैन जाने यारा, बुलबुलों को अभी इंतजार करने दो, डार्लिंग आंखों से आंखें चार करने दो. ഒരു പക്ഷേ ജീവിതത്തിൽ താങ്കൾ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അതിന് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ആരെ കൊല്ലാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് എന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കണമെന്ന് ഉറപ്പാണോ? ഉറപ്പാ? എന്നാ നിങ്ങളെ തന്നെ. പ്രിയങ്ക, ഇനിയും പല ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കാനുണ്ട്. ഡെഫിനറ്റ്ലി സർ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ പ്രിയങ്ക ചോപ്രയോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ആരുടെ പേരൊക്കെ കെയിൽ തുടങ്ങുന്നുവോ, കത്രീന, കരീന, കങ്കണ, അവരോടൊപ്പം താങ്കൾക്ക് പ്രശ്നങ്ങളും എന്തായി പറയുന്നേ? കങ്കണയുടെ കൂടെ എനിക്ക് എപ്പോഴാ പ്രശ്നമായേ? പറയുന്ന രീതി വെച്ച് നോക്കുമ്പോൾ മറ്റു രണ്ടുപേരോടും പ്രശ്നമാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ചോപ്രയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പ്രിയങ്ക ചോപ്രയുടെ മേലുള്ള കുറ്റാരോപണം ഇവരൊരു പെർഫെക്റ്റ് ചീറ്ററാണ് എന്നുള്ളതാണ്. പ്രിയങ്ക, ഞാനൊരു പഴയ കാര്യം ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ന്യൂയോർക്കിലുള്ള സമ്മർ സ്കൂൾ ഓർമ്മയുണ്ടോ?
സമ്മർ സ്കൂൾ അവിടെ ഒരു ഓർമ്മയില്ലല്ലോ. പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് താങ്കൾ ചീറ്റിംഗ് ചെയ്തു. സാർ ചീറ്റിംഗ് ചെയ്യാൻ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സാർ നോക്കൂ, അതെന്റെ ജോലിയാണ്, എന്റെ പ്രൊഫഷനാണ്. ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ കള്ളത്തരങ്ങളല്ലേ പറയുന്നത്. ഞാൻ ക്യാരക്ടറായിട്ട് മാറുന്നു, അവർ തരുന്ന ഡയലോഗ്സ് എല്ലാം പറയുന്നു, അത് പറയുന്നു, സ്വപ്നങ്ങൾ വിൽക്കുന്നു, അങ്ങനല്ലേ ചെയ്യുന്നേ. ആക്ടിംഗ് ചെയ്യുന്നതിന് ശേഷമാണോ ഇത് തുടങ്ങിയത്, അല്ല മുമ്പ് തന്നെ ചീറ്റിംഗ് ഒക്കെ മുൻപോട്ടേ തുടങ്ങിയിരുന്നു? ഉണ്ടായിരുന്നു, പണ്ട് തൊട്ടേ. ഞാനൊരു ഭയങ്കര കള്ളിയാ. അങ്ങനെയാണെങ്കിൽ കുട്ടിക്കാലം മുതലേ താങ്കൾക്ക് ഇതെല്ലാം ശീലമായ കാര്യമാണ് അല്ലേ? ആക്ച്വലി ഞാൻ സ്കൂളിൽ കുറച്ച് നോട്ടിയായിരുന്നു. സ്കൂളിലൊക്കെ കുറച്ച് നോട്ടിയാണ്, പക്ഷെ നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ട് സൺഷൈൻ എന്ന് പേര് കിട്ടിയിരുന്നു അല്ലേ? പക്ഷെ അത് ഞാൻ പഠിക്കുന്നത് കൊണ്ടല്ല, എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കും, എപ്പോഴും ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് എന്നെ സൺഷൈൻ എന്ന് വിളിക്കും. പക്ഷേ പഠിക്കാനുള്ളതും നന്നായിട്ട് പഠിക്കുമായിരുന്നു കേട്ടോ, സത്യമാണ്. പിന്നെ ഇതും സത്യമാണോ, താങ്കൾ ആക്ട്രസ് ആകാൻ ആഗ്രഹിച്ചില്ലെന്നുള്ളത്? സർ, ആക്ടിങ് എന്റെ ജീവിതത്തിൽ മിസ് വേൾഡിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് വന്നത്. അതിനു മുൻപ് എഞ്ചിനീയർ ആകാനായിരുന്നു ആഗ്രഹം, എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആകാനായിരുന്നു ആഗ്രഹം, സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. പക്ഷെ നോക്കുകയാണെങ്കിൽ 17 വയസ്സിൽ ഞാൻ മിസ് വേൾഡായി. അങ്ങനെ നോക്കിയാൽ 17 വയസ്സിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് നമുക്ക് തന്നെ അറിയില്ലല്ലോ. എന്റെ ജീവിതം തന്നെ അങ്ങ് മാറി മറിഞ്ഞു. ഞാൻ താങ്കളുടെ പേരൻസിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു, അതിൽ അവർ പറയുന്നത് താങ്കൾക്ക് വീട് വൃത്തിയാക്കുന്ന സെർവന്റ് ആകാനാണ് ഇഷ്ടമെന്ന്. അത് 3 വയസ്സിലായി. എനിക്ക് തൂത്തുവാരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചൂലെടുത്ത് അടിച്ചു വരും എപ്പോഴും. പിന്നെ എന്റെ മുത്തശ്ശൻ കമ്പും കൊണ്ട് പുറകെ വരും താഴെ ഇടെന്ന് പറഞ്ഞിട്ട്, ഇനി നീ ആ ചൂലെടുത്താൽ നല്ല അടി കിട്ടും എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞിട്ട്, നീ പഠിക്കണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറയും. പിന്നെ ഞാൻ തൂത്തു വരാറില്ല. ഇപ്പൊ വന്ന് നോക്കി എന്റെ വീടൊക്കെ എങ്ങ് അഴുക്കായിട്ട് കിടക്കുകയാണെന്ന്. താങ്കൾക്ക് കുട്ടിക്കാലം മുതലേ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നു? കുട്ടിക്കാലത്തുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ച് ചെയ്യുന്നല്ല. ആക്ടർ ആവുന്നെന്ന് വിചാരിച്ചില്ല. ഇപ്പൊ സത്യം പറഞ്ഞ ആക്ടിങ് ഒരു പ്രൊഫഷനായിട്ട് മാറിക്കഴിഞ്ഞില്ലേ, അതൊരു പാഷനായി. പക്ഷേ ഞാൻ ചെറുതായിരുന്നപ്പോ ഒരു 10 വയസ്സൊക്കെ ഉള്ള സമയത്ത്, ഒരു 10-15 വയസ്സുണ്ടാവും, അന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല കേട്ടോ ഞാൻ ബറേലിയിലാണുള്ളത്. യു ഡോണ്ട് തിങ്ക് അവിടെ നിന്ന് ഒരാൾക്ക് ആക്ടർ ആവാൻ പറ്റുന്ന പോലും തോന്നില്ല. ഇപ്പൊ എന്റെ പ്രൊഫഷൻ തന്നെ ആക്ടിംഗ് ആയിട്ട് മാറിയില്ലേ. സോ ഇമിറ്റേറ്റിംഗ് ഒക്കെ ഞാൻ എപ്പോഴും ചെയ്യുമായിരുന്നു. അതിനൊരു ഉദാഹരണം ഞാനിപ്പോ പറയാം. താങ്കൾ ഷാരൂഖ് ഖാനെ സ്റ്റേജ് ഷോയിൽ വെച്ച് ഇമിറ്റേറ്റ് ചെയ്ത്. അതെ, അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും നോട്ടിയായിരുന്നു എന്ന്. സോറി. അപ്പൊ അദ്ദേഹം സ്റ്റേജിന്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. പക്ഷേ അതെല്ലാം താങ്ക് ഗോഡ് അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം അതങ്ങനെ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. പക്ഷെ ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. ഇങ്ങനെ പറയാറില്ലേ, ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, ഇമിറ്റേഷൻ ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഫ്ലാറ്ററി. പിന്നെ സൽമാൻ ഖാന്റെ ദബംഗിലുള്ള റോൾ ആക്ട് ചെയ്ത് കാണിച്ചു, അതും ജനങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഐ തിങ്ക് ഐ വാസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദറ്റ് അവാർഡ് ഫംഗ്ഷൻ. ഈ അവാർഡ് ഫംഗ്ഷനിൽ ഒരേ കാര്യങ്ങൾ ചെയ്തത് ബോറടിക്കുക. നമ്മളെല്ലാ അവാർഡ് ഫംഗ്ഷനും വരാറുണ്ട്, എന്നിട്ട് എന്താ ഒരു പാട്ടെടുക്കും, അതിന് ഡാൻസ് കളിക്കും, ഇത് തന്നെയല്ലേ എപ്പോഴും. അപ്പൊ വേറെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. സോ ഐ എം ഗ്ലാഡ് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. സോ ഐ എം ഹാപ്പി. പക്ഷേ ഇതുകൊണ്ട് സൽമാൻ തെറ്റിദ്ധരിച്ചില്ലേ? ഐ ഹോപ്പ് നോട്ട്. ഐ ഡോണ്ട് തിങ്ക് സോ. അതല്ലേ പറഞ്ഞ ഇമിറ്റേഷൻ രണ്ടുപേർക്കുള്ളിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് കേട്ടു. ആർക്കറിയാം, എനിക്കിതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം അറിയില്ല. നിങ്ങൾക്ക് പ്രോബ്ലം ക്ലിയർ ആയി. എനിക്ക് പ്രോബ്ലം ഉള്ളതായിട്ട് അറിയില്ല, നിങ്ങളല്ലേ പറയുന്നത്, എനിക്കറിയില്ല. ഞാനിത് ന്യൂസ് പേപ്പറിലാണ് വായിച്ചത്. സാറ് ന്യൂസ് പേപ്പറൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്റെ ജീവിതം കോഞ്ഞാട്ടേ ആവത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, കത്രീന താങ്കളോടൊപ്പം ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ളൊരു കാര്യം. അതിനിപ്പോ നിങ്ങൾ കത്രീനോടല്ലേ ചോദിക്കേണ്ടത്, ഇതിന് എനിക്കെങ്ങനെ മറുപടി പറയാൻ പറ്റും? പിന്നെ നിങ്ങൾ പറയും ഞാൻ കുറ്റവാളിയാണെന്ന്. ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞത് എന്നോട് ചോദിക്കൂ. പക്ഷേ ഇത് ശരിയല്ലേ, താങ്കളോടൊപ്പം സിനിമയിൽ അഭിനയിക്കില്ലെന്ന് അവര് പറഞ്ഞത്? അവര് ആ സിനിമയാണ് വേണ്ടാന്ന് പറഞ്ഞത്. എന്റെ കൂടെ അഭിനയിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അല്ലയോ എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. പ്രിയങ്ക എന്താ കരുതുന്നത്? എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ, ഞാൻ കാരണം അങ്ങനത്തെ ആക്ട്രസ് ഒന്നും ഒരിക്കലും. കട്രീന ഈസ് എ വെരി ഗുഡ് ആക്ട്രസ്. അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയങ്ക ഇതിന് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഉത്തരം പറയുന്നത്. സർ, ശരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അത്രയും വലിയൊരു സ്റ്റാർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഐ ഡോണ്ട് തിങ്ക് സോ. ശരി, അവര് ചെയ്തില്ലെങ്കിൽ കരീന എന്തുകൊണ്ടാണ് ചെയ്തത്? ഇത് ഇപ്പൊ നിങ്ങൾ അവരോടല്ലേ ചോദിക്കേണ്ടത്. ഇതിപ്പോ എല്ലാം എന്നോട് ചോദിച്ചോണ്ടിരുന്ന ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്, അവരൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ എന്താ ചോദിക്കുന്നത് വെച്ചാൽ 6 പേരൊക്കെ കെയിൽ തുടങ്ങുന്നു, കത്രീന, കരീന, കങ്കണ, ഇവരോടെല്ലാം താങ്കൾക്ക് പ്രശ്നമാണല്ലോ. ഞാനും കൂടെ പ്രോബ്ലം? എന്ത് പ്രോബ്ലം? എന്താ സാറി പറയുന്നത്? ഞാനും അവളും കൂടി എപ്പോഴാ പ്രോബ്ലം ഉണ്ടായേ? ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി മറ്റു 2 പേരോടും പ്രോബ്ലം ഉണ്ടെന്നുള്ളതായിരുന്നു. ഇല്ല, നിങ്ങളുടെ കയ്യടി കഴിഞ്ഞെങ്കിലും ഞാൻ പറയാം,
ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് മീഡിയയാണ്. അവരാണ് ഇതെല്ലാം എഴുതുന്നത്. മനസ്സിലായിക്കോളൂ, അവർക്കാണ് എൻ്റെ അടുത്ത് പ്രോബ്ലം, അല്ലാതെ എനിക്കല്ല. എന്നെ നേരിട്ട് കാണുമ്പോഴൊക്കെ അവർ ഞാൻ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് മീഡിയയിൽ വന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രിയങ്കയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കരീന അവിടേക്ക് വരുന്നു, കരീനയെ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചെന്ന്. ഈ കാര്യം ഒരു കാരണവശാലും എഴുതിയിട്ടുണ്ടാവില്ല. കാരണം മീഡിയയ്ക്ക് ഇതൊന്നും എഴുതാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലല്ലോ. ഞാനും കരീനയും കൂടെ 1/2 മണിക്കൂറാണ് ഇരുന്ന് സംസാരിച്ചത്. ബിക്കോസ് അവരുടെ ഷോർട്ട് ടൈം കുറച്ച് ഏർലി ആയിട്ടാണ് കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ പോയിട്ട് പറഞ്ഞു, ഇല്ല ബേബ് കുറച്ച് ലേറ്റ് ആവും, വീട്ടിൽ പോയിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവര് വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം രാവിലെ വന്നു. ഇതൊന്നും ആരും എഴുതില്ല. ഞങ്ങൾ തമ്മിൽ വഴക്കായിന്ന് മാത്രമേ എഴുതത്തുള്ളൂ. ശരി, ഇന്നെങ്കിലും പറയൂ ആ 1/2 മണിക്കൂർ എന്താണ് സംസാരിച്ചത്? റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അവര് ആ സമയത്ത് വർക്ക് ചെയ്തോണ്ടിരുന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ പോയി. അവരവരുടെ ഹോളിഡേസിൽ എങ്ങോട്ട് പോവാണ്, ഞാൻ എങ്ങോട്ട് പോവാണ്, ഏത് സിനിമയിൽ വർക്ക് ചെയ്യാണ്, അങ്ങനെ കുറേ സംസാരിച്ചു. അതിൽ ഷാഹിദിന്റെ പേരെങ്ങും വന്നില്ലേ? ഒരുപക്ഷെ വന്നിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത്? ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ജനങ്ങൾ പല ചോദ്യങ്ങളും ചോദിക്കാൻ പോയാണ്. പ്രിയങ്ക അതിന് എന്ത് ഉത്തരം നൽകുമെന്നും നമുക്ക് നോക്കാം. ആപത്തിനോടൊപ്പം കളിക്കാൻ വേണ്ടി താങ്കൾ അക്ഷയ് കുമാറിന്റെ അടുത്ത് എന്തെങ്കിലും ട്രെയിനിങ് എടുത്തോ? അദ്ദേഹം എന്തെങ്കിലും ലെസൺ പഠിപ്പിച്ചു? ഇല്ല, എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ എപ്പോഴും അതിന്റെ കൂടെ തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ലേ? ഇല്ല, ഞാൻ ആ കാറ്റഗറിയിലല്ല. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ പ്രിയങ്ക ചോപ്രയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ പ്രിയങ്ക ചോപ്രയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ തനിക്ക് ചുറ്റുമിരിക്കുന്നവരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയങ്ക, ഇതും താങ്കൾ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. വലിയ തീഫാണെന്നുള്ളത് അംഗീകരിച്ചു, ചീറ്ററാണെന്നുള്ളത് അംഗീകരിച്ചു, ഒപ്പം ഒരഹങ്കാരിയുമാണ്. ഒരുപക്ഷെ എന്റെ കണ്ണുകളിൽ ഞാൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത് അഹങ്കാരമാണെങ്കിൽ അതെ. അപ്പൊ താങ്കൾ ഞാനാണ് നമ്പർ 1, എനിക്ക് മേളിൽ ആരും ഇല്ലെന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെയല്ല. ഞാൻ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ ഞാൻ എപ്പോഴും ബെസ്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നവുമില്ല. വേറൊരാളുടെ സിനിമ നന്നായിട്ട് ഓടുന്നുണ്ടോ, ഓടുന്നില്ലേ, ഇവരെന്ത് ചെയ്യാണ്, അവരെന്ത് ചെയ്യാണ്, ഇതൊന്നും എന്റെ ജീവിതത്തില് ദൈവം എനിക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളതെന്ന് വെച്ചാല് ഞാൻ വളരെ ഭാഗ്യശാലിയാണ്. നിങ്ങൾ ഇതിനെ അരഗൻസ് ആണ് വിളിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ. അപ്പൊ ഇതൊന്നും അരകണ്ടല്ലേ? താങ്കൾ കരീനയും കത്രീനയും ഒന്നുമല്ല, ഞാനാണ് എല്ലാവരെക്കാളും ഹോട്ടെന്നൊക്കെ കരുതുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കരീന ഒന്നുമല്ല, കത്രീന ഒന്നുമല്ല, ദീപിക ഒന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫില് ഞാനാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാള്, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്ന ആള്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആള്. ഒപ്പം എല്ലാ റോളും തനിക്ക് തന്നെ കിട്ടണമെന്നുള്ള അത്യാഗ്രഹമൊന്നുമില്ല. എനിക്ക് കിട്ടുന്ന റോൾസ് ഏതാണോ അത് ഞാൻ നന്നായിട്ട് ചെയ്യണം. ഞാൻ ഒരിക്കലും അങ്ങനെ, ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് അങ്ങനെയൊന്നും നടന്നിട്ടില്ല. കാരണം ഞാൻ ജോലി ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു സിനിമ ചെയ്യാനുള്ളത് ഞാനാണെങ്കിൽ അത് അങ്ങോട്ട് പോയി ചോദിക്കേണ്ട ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇതുവരെ അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ ബൈ ഗോഡ്സ് ഗ്രേസ് ഇങ്ങോട്ട് എന്നെ അന്വേഷിച്ച് വന്ന സിനിമകളാണ്. ഈ ഇൻഡസ്ട്രിയിൽ എനിക്കാരും അറിയില്ല. അപ്പോൾ അത് അങ്ങനെ നടന്നതാണ്. എന്തോ മെറിറ്റിൽ വന്നതായിരിക്കാം. അതുകൊണ്ട് എല്ലാ സിനിമകളും എനിക്ക് തന്നെ ചെയ്യണം, അതെല്ലാം എനിക്ക് തന്നെ വരണം, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. ഒരിക്കലും ഇല്ല. എനിക്കൊരു സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടാല് പിന്നെ അതിനെ നോന്ന് പറയാൻ മനസ്സ് വരില്ല. അത് എനിക്ക് തന്നെ ചെയ്യണമെന്ന് തോന്നും. ഇത് സത്യമാണോ? ദോസ്താന, കമീന, ഈ 2 പടങ്ങളും താങ്കൾക്ക് നല്ല പേരാണ് വാങ്ങിച്ചു കൊടുത്തത്. ഈ 2 സിനിമകൾക്കും താങ്കൾ ആദ്യം നോന്ന് പറഞ്ഞെന്ന് കേട്ടു. ഇല്ല, ദോസ്താനയ്ക്ക് ഞാൻ നോ പറഞ്ഞില്ല. കമീനയ്ക്ക് ആദ്യം നോന്നാ പറഞ്ഞേ. ഫാഷനും ആദ്യം നോന്നാ പറഞ്ഞേ. ഫാഷന് നോ? അതെ. ആ ഫാഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫാഷൻ ഞാൻ സിനിമയിൽ വന്നിട്ട് 4-5 വർഷമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ വന്ന സിനിമയാ. ആ സമയത്ത് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ ക്യാരി ഓഫ് ചെയ്യാൻ പറ്റും, അത് എൻ്റെ ഷോൾഡേഴ്സിൽ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഞാൻ മധുവിനോട് പറഞ്ഞു, സർ ഐ ഡോണ്ട് തിങ്ക് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് എന്റെ മുകളിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. നീ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈ സിനിമ എടുക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്തു ടു ഡു ഇറ്റ്, ടു ബി ഏബിൾ ടു ഡു ഇറ്റ്. നിനക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ബിക്കോസ് അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. ആ കമീനെ അതിൽ നോക്കിയാല് എനിക്ക് ആകെപ്പാടെ 8 സീൻസേ ഉണ്ടായിരുന്നുള്ളൂ ആ സിനിമയിൽ. പിന്നെ ഞാൻ വിശാൽ സാറിനോട് പറഞ്ഞു, സാർ ഇതിലെനിക്ക് ആകെ 8 സീനേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, നീ സ്ക്രിപ്റ്റ് നോക്ക്, അറ്റ്ലീസ്റ്റ് ഇത് കേക്ക്. ആ സമയത്ത് എനിക്ക് ദോസ്താനയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം എനിക്ക് സ്ക്രിപ്റ്റിന്റെ നറേഷൻ നടത്തിയിട്ട് പറഞ്ഞു തന്നത്. എനിക്ക് തോന്നുന്നത് വിശാൽ സാർ ഇസ് ഇന്ത്യാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം മേക്കേഴ്സ്. അദ്ദേഹം എപ്പോഴും വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആഫ്റ്റർ ഹി സെഡ് ദാറ്റ് ഐ എം ഗ്രീഡി ടു ഡു ദ ഫിലിം, ഐ വർക്ക് വിത്ത് യു.
ദോസ്താനെ പോലുള്ളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് കമീനെ പോലുള്ളൊരു സിനിമ ചെയ്യുന്നത് കുറച്ച് വിചിത്രമായിട്ട് തോന്നുന്നില്ലേ? ഇല്ല, ഞാൻ അതായത് എപ്പോഴും സ്റ്റൈലിൽ, ലുക്സിൽ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളല്ലേ ചെയ്യുന്നത്. അവിടെയും ചെയ്യും ഇവിടെയും ചെയ്യും. അവിടെ ഡോൺ ചെയ്യുന്നു, ഇവിടെ സാത് ഖുൻ മാഫ് ചെയ്യുന്നു, വേറൊരിടത്ത് കൃഷി ചെയ്യുന്നു, അപ്പോഴത്തേക്കും ബർഫി ചെയ്യുന്നു. അങ്ങനെ ഐ ലൈക്ക് ഡൂയിങ് ഡിഫറെന്റ് മൂവീസ്. ഞാൻ അതല്ലേ പറഞ്ഞേ, എന്റെ അറ്റൻഷൻ സ്പാൻ വളരെ ഷോർട്ടാണ്. സെയിം ടൈപ്പ് ഓഫ് റോൾസ് ചെയ്ത് എനിക്ക് ബോറടിക്കും. ഫിലിം ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ താങ്കൾക്ക് ഡയലോഗ് പറഞ്ഞു തരുകയോ അല്ലെങ്കിൽ ആക്ട് ചെയ്ത് കാണിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കഴുത്ത് അങ്ങ് ഞെരിച്ച് കൊന്നാലൊന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഒരു പെണ്ണായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാനത് പറയില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോവും. പക്ഷെ ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഞാൻ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വരുന്നത്. പിന്നെ എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഗോഡ് ഫാദർ എന്ന് പറയാൻ ആരും ഇല്ല. ഞാൻ അങ്ങനെ ഒറ്റയ്ക്കുള്ളൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ പലർക്കും അങ്ങനെ വിചാരിക്കാം, യുനോ ഫ്രീഡം ഉണ്ട്, അവർക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാമല്ലോ നമ്മളടുത്ത്. കാരണം എനിക്കാരും തണല് തരാൻ വേണ്ടിയിട്ടില്ലല്ലോ അങ്ങനെ. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ എന്റെ പേരൻസ് എന്നെ നല്ല ക്വാളിറ്റീസോടുകൂടിയാണ് വളർത്തിയത്. സോ ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ? അതുകൊണ്ട് താങ്കൾ ഈ സിനിമ ഉപേക്ഷിക്കുന്ന ഞാൻ രീതിയിൽ ഒരുപാട് സിനിമകൾ അങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഡയറക്ടേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഞാൻ അങ്ങനെ സെറ്റിൽ നിന്ന് വാക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ തന്നെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എന്താന്ന് വെച്ചാൽ എന്റെ ഒരു ആത്മാഭിമാനം എനിക്ക് വളരെയധികം പ്രധാനമാണ്. ഒരു ഡയറക്ടർ താങ്കളെ ആവശ്യത്തിൽ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അൺനെസസറി താങ്കൾ ആ സിനിമ ഉപേക്ഷിച്ചു. എന്താ നടന്നെന്ന് വെച്ചാല് അയാള് കുറച്ച് അപമര്യാദയായിട്ട് സംസാരിച്ചു. ഞാൻ അപ്പോഴാണ് സിനിമയിലേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഡയറക്ടർ എന്റെ ഡ്രസ് ഡിസൈനറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ അങ്ങേർക്ക് അറിയാമായിരിക്കും ഞാൻ അയാളുടെ അടുത്ത് തന്നെ നിപ്പുണ്ടായിരുന്നെന്ന്. ബട്ട് ഹീ ഡിഡ്ന്റ് കെയർ. അതോ ഇനി ഞാൻ അവിടെ ഉണ്ടെന്ന് അയാൾക്ക് അറിഞ്ഞുടാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ പുള്ളി എന്റെ ഡ്രസ് ഡിസൈനറോട് സംസാരിക്കുന്നത് വളരെ ചീപ്പായിട്ട്. ആ ഡ്രസ്സ് അത്ര ചെറുതായിരിക്കണം, അതായത് അത് ഇട്ടിരിക്കുന്ന ആളുടെ പുറത്തായിരിക്കണം എല്ലാവരുടെയും കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ചീപ്പായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതോടെ ഞാൻ അയാളെ മറന്നു. അപ്പോഴേക്കും 2 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നു. ആ ഡയറക്ടറിന് ഇതുവരെ അറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ആ സിനിമ ഡ്രോപ്പ് ചെയ്തതെന്ന്. ഏതായാലും അടുത്ത ദിവസം ഞാൻ വീട്ടിൽ പോയി. പുതുതായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ വന്നതല്ലേ ഉള്ളൂ. അപ്പൊ അന്ന് എന്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് പൈസയൊന്നും ഇല്ല. എന്നിട്ട് ഞാൻ എന്റെ അഡ്വാൻസ് തിരിച്ചു കൊടുത്തു. 2 ദിവസം ഷൂട്ടിങ്ങിന് പോയല്ലോ, ആ 2 ദിവസം എനിക്ക് ചെലവായതെല്ലാം തിരിച്ചു കൊടുത്തു. അത് ആ സിനിമ വേണ്ടാന്ന് പറഞ്ഞു വിട്ടു. ഐ തിങ്ക് അദ്ദേഹം ഈ ഷോ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും ഞാൻ പുള്ളിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ല. അപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് എന്താ പറയുന്നത് വെച്ചാൽ എന്ത് ചോദ്യമാണെങ്കിലും മര്യാദയ്ക്ക് ചോദിക്കണമെന്നല്ലേ? രജത് സാർ, എനിക്ക് അങ്ങയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അങ്ങ് എപ്പോഴും മര്യാദ തന്നു തന്നെയാണ് സംസാരിക്കാറുള്ളത്. ഇപ്പോഴൊക്കെ നല്ല റോളുകൾക്ക് സൈസ് 0 ആണ് ആവശ്യമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെയല്ലല്ലോ, എനിക്ക് നല്ല സിനിമകളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ. പിന്നെ അതിനുവേണ്ടി താങ്കൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. പൊറോട്ടയും കഴിക്കുന്നുണ്ട്, ജിമ്മിൽ പോകാൻ പേടിയാണെന്ന് പറഞ്ഞു. ജിമ്മിലൊക്കെ പോവാറുണ്ട്, പേടിയല്ല. പക്ഷെ കുറച്ച് ലേസിയാണ്. ഐ വർക്ക് എ ലോട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് ഗ്രീഡിയാണ്. ഏത് സിനിമ കിട്ടിയാലും ഞാൻ ചെയ്യും. സോ നല്ല സിനിമകളൊക്കെ വരുമ്പം ഗോഡ്സ് ഗ്രേസ് എനിക്ക് നല്ല സിനിമകളെ വരാറുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ ഞാൻ അങ്ങനെ നോ പറയാറില്ല. വർഷത്തിൽ 6 സിനിമ ചെയ്യുന്നുണ്ട്, എനിക്ക് അത് തന്നെ വളരെ കൂടുതലാണെന്ന് പറയും. വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും. പിന്നെ ജിമ്മിലൊന്നും പോകാൻ പറ്റില്ല, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. സോ എനിക്കൊരു എക്സ്ക്യൂസ് ഉണ്ട്. എന്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും. അതുകൊണ്ട് എന്നോട് പറയും കിടന്ന് ഉറങ്ങിക്കോ, ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഐ ലവ് മൈ ഫുഡ്. എന്ത് പറഞ്ഞാലും ഈ ആഹാരക്കാര്യത്തിൽ മാത്രം ഞാൻ ആര് പറയുന്നത് കേൾക്കത്തില്ല. പഞ്ചാബിയാണ്, പറാഠയൊക്കെ വളരെ ഇഷ്ടമാണ്. സോ ഐ തിങ്ക് ഐ എം ബ്ലെസ്ഡ്. ഫുഡിന്റെ കാര്യത്തിൽ ബ്ലെസ്ഡ് ആണ്, മെറ്റബോളിക്കലി ബ്ലെസ്ഡ് ആണ്. ദോസ്താന ചെയ്യുന്ന സമയത്ത് ജോൺ താങ്കളോട് പറഞ്ഞില്ലേ, അതായത് എപ്പോഴൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എക്സസൈസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? യുനോ ആക്ച്വലി എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ജോൺ എന്നോട് പറയും, എന്നിട്ട് അദ്ദേഹം ഇരുന്നിട്ട് മറ്റേ സ്റ്റീംഡ് ഫിഷ് കഴിക്കും ഉപ്പൊന്നും ഇല്ലാണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് നേരെ പാസ്ത കഴിക്കും, പിസ്സ കഴിക്കും. ഞാൻ ഇത്രയൊക്കെ കഴിക്കുന്ന കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും എന്നെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും, നീ എന്തൊക്കെയാ കഴിക്കുന്നത്, ഒരു ദിവസം നീ ഭയങ്കര തടിച്ചിയാവും. അപ്പൊ ഞാൻ പറയാം അപ്പൊ നോക്കാം. അപ്പൊ ഞാൻ ജിമ്മിൽ പോയിക്കോളാം, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലെസൺ തന്നെ എടുക്കണം, ഏത് കഴിക്കണം ഏത് കഴിക്കാൻ എനിക്കും അങ്ങനെ ലെസൺ ഒക്കെ തരാറുണ്ട്. എന്തൊക്കെയാ കഴിക്കുന്നത്, ഈറ്റ് ഹെൽത്തി എന്നൊക്കെ പറയും. ഫിറ്റ്നസ്സിൽ ഫോക്കസ് ചെയ്യാതെ, ശരീരം വളരെയധികം ശ്രദ്ധിക്കാതെ, ജിമ്മിലൊന്നും പോകാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയായ താങ്കൾ ഖത്രോം കി ഖിലാഡി എന്നുള്ള ഷോയിൽ എങ്ങനെ പോയി പങ്കെടുത്തു? എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ തിങ്ക് എജിലിറ്റി പിന്നെ സ്പോർട്ടിനെസ്, ജിമ്മിനും ഇതിനും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇപ്പൊ നിറയെ പേരുണ്ടാവും അവരുടെ ബോഡി നല്ല ഫിറ്റ് ആയിട്ടിരിക്കും, പക്ഷേ 100 മീറ്റർ റേസ് പോവാണെങ്കിൽ എനിക്ക് അവരെ തോപ്പിക്കാൻ പറ്റും 2 മിനിറ്റ് കൊണ്ട്. എനിക്ക് തലകുത്തനെ നിൽക്കാൻ പറ്റും, പക്ഷെ അവർക്കൊന്ന് കുനിയാൻ പോലും ചിലപ്പോൾ പറ്റുന്നില്ല. സോ അജിലിറ്റിയും അതിലും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഞാൻ വളരെ സ്പോർട്ടിയാണ് എപ്പോഴും. ഗെയിംസ് കളിക്കുന്നത്, ഓടിപ്പിടിച്ച് കളിക്കുന്നത്,
ഇതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നതാ. സോ ഐ എം വെരി എനർജറ്റിക് ആക്ച്വലി ബൈ നേച്ചർ. സോ ഐ തിങ്ക് അങ്ങനെയാണെങ്കിൽ ഖത്രോങ്കി കിലാടി പങ്കെടുക്കാൻ വേണ്ടി താങ്കൾ അക്ഷയ് കുമാറിനോട് എന്തെങ്കിലും സ്പെഷ്യൽ ട്രെയിനിങ് ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എപ്പോഴും ആപത്തുകളായിട്ട് കൂടെ ഈ കളിക്കുന്ന. കാര്യങ്ങളെ കുറിച്ച് ജെൻസിനോട് താങ്കൾ സംസാരിക്കില്ലേ? അല്ല, ഞാൻ ആ കാറ്റഗറിയിലല്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. ധാരാളം പേര് എന്നോട് പറഞ്ഞിരുന്നു പ്രിയങ്ക ചോപ്രയോട് ഈ ചോദ്യം ചോദിക്കണമെന്ന്. ട്രെയിനിൽ ബൈക്ക് ഓടിക്കുന്ന ആ സ്റ്റണ്ട് താങ്കളാണോ ചെയ്തത്? പക്ഷെ മേക്കിംഗ്, നിങ്ങൾ ഖത്രോങ്ക ഖിലാഡിയുടെ മേക്കിംഗ് നോക്കൂ. ആ ഷോ ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. ഞാൻ അതിൽ ബൈക്കൊക്കെ ഓടിക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. പക്ഷെ ഞാൻ ബൈക്ക് ഓടിക്കുന്നത് ഡോൺ സിനിമയ്ക്ക് വേണ്ടി പഠിച്ചതാ. ഡോൺ എന്ന് പറയുന്ന സിനിമയ്ക്ക്. എനിക്ക് ബൈക്ക് ഓടിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഗിയർ ബൈക്കൊന്നും ഓടിക്കാൻ അറിയേയില്ല. അത് ഞാൻ ആ ഡോൺ സിനിമയുടെ ഒരു സീനിന് വേണ്ടി പഠിച്ചതാണ്. അത് വളരെ പ്രയോജനകരമായി ഇവിടെ. പേരൻസ് എതിർത്തില്ലേ നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു? അതുകൊണ്ടല്ലേ ഞാൻ അച്ഛനെ കൂടെ കൊണ്ടുപോകാത്തത്. ഞാൻ പറഞ്ഞു, അച്ഛൻ അത്രയും ദൂരം എന്തിനാ അച്ഛൻ വരുന്നത്? അതുകൊണ്ട് ടി വി കാണുന്നവർ അച്ഛൻ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അമ്മ ഉണ്ടായിരുന്നു. ഞാൻ അമ്മയെ ഷോപ്പിങ്ങിന് പറഞ്ഞു വിടും. ഓഡിയൻസ് എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. I saw you with coffee with Karan. I'm gonna just say one name. I just wanna see you expression. ഓ ഗോഡ്, ഷാരൂഖ് സ്റ്റോപ്പ് ഇറ്റ് ഖാൻ. പ്ലീസ്. ഞാൻ ആദ്യം തന്നെ കണ്ണടച്ചു വെച്ചു കേട്ടോ. Please, ma'am. At least once. നോ, Shahrukh Khan. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഷടാ, Shahrukh Khan. ഹാ സ്റ്റോപ്പ് ഇറ്റ്. Once പ്ലീസ്, Salima, മതി please. മതി. ഷാരൂഖ് ഖാറിന് എന്താണ് പ്രോബ്ലം? സാർ, അദ്ദേഹം ആ ലിസ്റ്റിലുണ്ട്. സാറിന് എന്താ അറിയില്ലേ? ആർക്കും അറിയില്ല. അതെയോ? അദ്ദേഹം ആ ലിസ്റ്റിലുണ്ട്. ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് മുമ്പ് ഞാൻ അത് പറയില്ല. അത് വേറെ കാര്യം. പക്ഷേ പബ്ലിക്കിൽ വെച്ച് അദ്ദേഹത്തെ മിമിക്രി ചെയ്യാം. ആ അതെ, അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടിയാ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ലൈറ്റായിട്ട്, നോക്കൂ ഞാനിത് ചെയ്തോട്ടെ, ചെറിയ കാര്യമാണ്, പ്ലീസ് ഇസ് ഇറ്റ് ഓക്കെ? അദ്ദേഹം പറഞ്ഞു ഹാ സാദ് ഖുൻ മാഫ് എന്ന്. പ്രിയങ്ക, താങ്കളോട് ഞാൻ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുകയും ചെയ്തു. താങ്കൾ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Thank you. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിമെന്റ് എന്ത് പറയുന്നത് നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ, 2 ലൈൻ ആയില്ലേ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് പ്രിയങ്ക ചോപ്രയോടാണ്. നമ്മൾ പല കുറ്റങ്ങളും ആരോപിച്ചു. അവരുടെ കുസൃതിയെക്കുറിച്ച്, ചീറ്റിങ്ങിനെ കുറിച്ച്, അരകനെ കുറിച്ച്, ദേഷ്യത്തെക്കുറിച്ച്. പ്രിയങ്ക എല്ലാ ചോദ്യങ്ങൾക്കും സത്യസന്ധമായി ഉത്തരം നൽകിയിരിക്കുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ഇന്നത്തെ ജഡ്ജിയായ സോണൽ കാൽറയുടെ ജഡ്ജിമെന്റ് എന്താണെന്ന് നോക്കാം. പ്രിയങ്ക, നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള വലിയ ആക്ട്രസുകളിൽ ഒരാളാണ്. ദൈവം നിങ്ങൾക്ക് കഴിവും സൗന്ദര്യവും തന്ന് ഈ ഇൻഡസ്ട്രിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇന്ന് താങ്കൾ രജത് സാർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ മനോഹരമായി മറുപടി നൽകിയിരിക്കുകയാണ്. ഈ നീതിപീഠത്തിന് താങ്കളുടെ 7 കൊലപാതകങ്ങൾ ക്ഷമിക്കാൻ കഴിയില്ല. പക്ഷെ ഈ കുറ്റാരോപണങ്ങളിൽ നിന്നും താങ്കളെ മുക്തയാക്കിയിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ ശിക്ഷയായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യം താങ്കൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് താങ്കളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. താങ്കൾക്ക് അറിയില്ല പ്രിയങ്ക, അത് എന്താണെന്ന് വെച്ചാ താങ്കൾക്കൊരു ഫുൾ സോങ് വിസിൽ ചെയ്യാൻ പറ്റും. മുഴുവനും വേണ്ട, ഒരു 2-3 ലൈൻ ആയാലും മതി. ഏത് പാട്ടിന് വിസിൽ വേണം? അത്രേ ഉള്ളൂ, 2 ലൈൻ ആയില്ലേ? ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് പ്രിയങ്ക ചോപ്രയോടാണ്. പ്രിയങ്കയുടെ സക്സസിന് വേണ്ടി നമ്മുടെ ആശംസകൾ അറിയിക്കുകയാണ്. ധാരാളം പുതിയ ക്യാരക്ടറുകൾ ചെയ്യുക. ഇതുപോലെ തന്നെ അവർ ധാരാളം ക്യാരക്ടറുകൾ ചെയ്ത് ജനങ്ങളെ എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം, പോപ്പുലർ ആകണം എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.